Hi dears, welcome back. ഇന്ന് നമുക്ക് പച്ചരിയും ചെറുപയറും കൊണ്ടുള്ള ഒരു റെസിപ്പി നോക്കാം. ഇപ്പോൾ ചെറുപയറൊക്കെ ഒരുപാട് വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ പല റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുകയാണല്ലേ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്, വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതൊരു പൊങ്കൽ ടൈപ്പ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പൊങ്കലിന് തോല് കളഞ്ഞിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊണ്ടൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടുണ്ടാക്കാനും അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പച്ചരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അരി കുതിർത്തൊന്നും എടുത്തിട്ടില്ല, ചെറുപയർ മാത്രം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം രണ്ടും കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയും ചെറുപയറും കൂടെ ചേർത്തിട്ട് 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന വിധത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പായിക്കോളും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ. പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. ഇത് അരിയും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ചിലർക്കൊക്കെ കടുക് കിടക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് കടുക് ഒഴിവാക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 5 or 6 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം പച്ചമുളക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. 1/4 ടീസ്പൂൺ കായപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിയും പയറും വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുപയർ കൊണ്ടുള്ള പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തൈരോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.